ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും പ്രഭാതവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 5:12 മുതൽ 14 വരെ. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗീയ ഗണം അല്ലെങ്കിൽ മാലാഖമാരുടെ ഗണം പാടുന്ന ഗാനത്തിൻ്റെ പ്രത്യേകതകൾ ഇന്നത്തെ വേദഭാഗത്ത് നമ്മൾ കാണുന്നു. 4 ജീവികളും 24 മൂപ്പന്മാരും ആരംഭിച്ച സ്തുതിഗാനം അസംഖ്യം സ്വർഗീയ ദൂതന്മാർ ചേർന്ന് ആലപിക്കുന്നതാണ്. യോഹന്നാൻ പഴയ നിയമ ഭാഷ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദാവീദ് ദൈവത്തെ വാഴ്ത്തി സ്തോത്രം ചെയ്ത് പാടുന്നത് യോഹന്നാൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടാവാം. അതായത് 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിലാണ്. ഇത് വെളിപ്പാടിലെ സ്വർഗീയ സൈന്യങ്ങളുടെ ഗാനത്തിൽ നന്നായി പ്രതിധ്വനിക്കുന്നുണ്ട്. 4 ജീവികളുടെയും 24 മൂപ്പന്മാരുടെയും ഗാനം ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ എന്ത് സാധിച്ചു എന്ന് വിവരിച്ചു. ഇപ്പോൾ അസംഖ്യം മാലാഖമാരുടെ ഗാനം സ്വർഗത്തിൽ മഹത്വ സിംഹാസനത്തിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹിമാധനത്തെ വർണ്ണിക്കുന്നു. അവ ഏതെന്ന് നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തുവിന് 7 തരം ധനങ്ങളുണ്ട് എന്ന ഒരു വിശകലനവുമുണ്ട്. ശക്തി, ദൈവശക്തിയാകുന്ന ക്രിസ്തുവെന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നു. ആഗ്രഹിക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് സാധിക്കാതെ പോകുന്ന അവസ്ഥ യേശുക്രിസ്തുവിന് ഇല്ല. രണ്ടാമത് ധനമാണ് അല്ലെങ്കിൽ സമ്പന്നത. അവൻ സമ്പന്നനായിരിക്കെ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനം എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റത്തക്കവണ്ണം അവൻ ധന്യനാണ്. മൂന്നാമത് ജ്ഞാനം. ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമാകുന്നു എന്ന് പൗലോസ് വീണ്ടും പറയുന്നു 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ. ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുന്നവനും മനുഷ്യമാർഗം കാണിക്കുന്നവനുമാണ് കർത്താവ്. 4-മത്തെ ഒരു കാര്യം ബലം. ദുഷ്ടശക്തികളെ നിരായുധീകരിക്കാനും സാത്താനെ മറിച്ചിടാനും ക്രിസ്തുവിന് കഴിയും. 5 ബഹുമാനമാണ്. എല്ലാ മുഴങ്കാലും അവൻ്റെ മുൻപിൽ മടങ്ങുകയും എല്ലാ നാവും അവൻ കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്ന ദിവസം വരും. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവൻ അന്ന് മനുഷ്യഹൃദയങ്ങളിൽ സിംഹാസനസ്ഥനാകും. ഇപ്പോൾ ക്രിസ്ത്യാനികൾ അല്ലാത്തവർ പോലും അന്ന് ക്രിസ്തുവിനെ ആദരിക്കുകയും അവൻ മാത്രമാണ് ലോകത്തിൻ്റെ പ്രത്യാശയെന്ന് സമ്മതിക്കുകയും ചെയ്യും. 6-മത്തെ കാര്യം മഹത്വവും തേജസ്സും അവനുള്ളത്. അതിൻ്റെ അർത്ഥം അവൻ ദൈവ സ്വഭാവത്തിൽ പ്രകൃതിയാ പങ്കുള്ളവൻ, അതായത് അവൻ ദൈവമാകുന്നു എന്ന പ്രഖ്യാപനം. 7-മത്തേത് അനുഗ്രഹമാണ്. അവൻ അനുഗ്രഹ സമ്പന്നൻ. അത് മനുഷ്യൻ്റെ നന്മയ്ക്കായി ഒഴുക്കി കൊടുക്കുന്നു. അനുഗ്രഹ സമ്പത്തിനെ സ്വന്തം നന്മയ്ക്കായി വെച്ചുകൊണ്ടിരിക്കുന്നവനല്ല ക്രിസ്തു. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം അവനിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ള സർവ നന്മയ്ക്കും വേണ്ടി സർവനാദ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതാണ് ഈ മലാഖമാരുടെ ഗാനത്തിലൂടെ പ്രതിധ്വനിക്കുന്നത്. ഇതൊരു വലിയ പ്രപഞ്ചഗാനമാണ്. 4 ജീവികളും 24 മൂപ്പന്മാരും ആലപിച്ച സ്തുതിഗാനം സകല സ്വർഗീയ സേനകളിലേക്കും എണ്ണപ്പെടാവതല്ലാത്ത വിശുദ്ധന്മാരുടെ ഗണത്തിലേക്കും വ്യാപിക്കുന്നുണ്ട്. കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകല സൃഷ്ടികളും ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തെ അത് സ്വാധീനിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും എന്നേക്കും അനുഗ്രഹവും ബഹുമാനവും മഹത്വവും. ഇപ്രകാരം ദാർശനികനായ യോഹന്നാൻ യേശുക്രിസ്തുവിനെ ദൈവിക മഹിമയിൽ പിതാവിനോട് സമനായി ഉയർത്തുന്നു.
സ്തുതിഗാനത്തിൽ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമായിട്ടുണ്ട്. ഒന്നാമത്, സ്വർഗത്തിലെ സ്തുതിഗാനങ്ങൾ മീട്ടുന്ന ജീവികൾ ആരാണ്? ആകാശത്തിലെ പക്ഷികളാണോ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമാണോ? രാവും പകലും ഒരുപോലെ പ്രകാശിക്കുന്ന വാനഗോളങ്ങളാണോ? സകല ജീവജാലങ്ങളും മൂപ്പന്മാരും അസംഖ്യം സ്വർഗീയ മാലാഖമാരും ഉൾപ്പെടുന്നു എന്ന് നമുക്ക് കരുതാം. ഭൂമിക്ക് കീഴെയുള്ള സൃഷ്ടികൾ ഏതാണ്? മരിച്ച് പാതാളത്തിൽ ഇറങ്ങിയിട്ടുള്ളവരാണോ? അവർ ദൈവത്തെ സ്തുതിക്കയില്ല എന്നാണ് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ദാർശനികനായ യോഹന്നാൻ ദർശിച്ചത് അതിൽ നിന്നൊക്കെ വിഭിന്നമായ ഒരു യാഥാർത്ഥ്യമാണ്. മരിച്ചവരുടെ വാസസ്ഥലമായ പാതാളം പോലും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ്. അവിടെ നിന്നെല്ലാം സ്തോത്രഗാനങ്ങൾ ഉയരുന്നു. സർവചരാചരങ്ങളും സർവസൃഷ്ടിയും സർവേശ്വരനെ സ്തുതിക്കുന്നു എന്ന ആശയം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരാശയം അപ്പോക്രിഫ പുസ്തകത്തിലുണ്ട്. 3 ബാലന്മാരുടെ ഗാനം എന്നൊരു ഗ്രന്ഥം ദാനിയേലിൻ്റെ പുസ്തകത്തോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷയുടെ പ്രസാധനത്തിൽ അത് നമുക്ക് കാണാം. അനന്യാസ്, അസറിയ, മിസായേൽ എന്നിവർ ചേർന്ന് പാടുന്നു. ശദ്രഖ്, മേശക്, അബേദ്നെഗോവ് എന്നിവർ തീച്ചൂളയിൽ പ്രവേശിക്കുന്നതിന് മുൻപുള്ള ഗാനമായിട്ടാണ് ഇത് ചേർത്തിരിക്കുന്നത്. സുദീർഘവും കാവ്യഭംഗിയിൽ അഗ്രഗണ്യവുമായ ഈ ഗാനത്തിൻ്റെ ഇംഗ്ലീഷ് രൂപം വില്യം ബാർക്ലേ തൻ്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മലയാള പരിഭാഷ നോക്കുമ്പോൾ, സൂര്യചന്ദ്രന്മാരെ നിങ്ങൾ കർത്താവിനെ വാഴ്ത്തുക, അവനെ സ്തുതിച്ച് അവൻ്റെ നാമം സകലത്തിനും മേലായി എന്നത്തേക്കും ഉയർത്തുക. വാനവിരിവിലെ നക്ഷത്രങ്ങളെ നിങ്ങൾ കർത്താവിനെ വാഴ്ത്തുക. അങ്ങനെയാണ് അത് ആരംഭിക്കുന്നത്. പ്രകാശ അന്ധകാരങ്ങളെ നിങ്ങൾ കർത്താവിനെ വാഴ്ത്തുക, അവനെ സ്തുതിച്ച് അവൻ്റെ നാമം സകലത്തിനും മേലായി എന്നേക്കും ഉയർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാനിക്കുന്നു. അപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ സർവസൃഷ്ടിയും ഒരുപോലെ ഒരുങ്ങുന്നു എന്നതാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. നാം നമ്മുടെ സൃഷ്ടിതാവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടവരാണ്. കർത്താവിനെ സ്തുതിപ്പാൻ നമുക്ക് അധരങ്ങൾ നൽകിയിരിക്കുന്നു. കർത്താവിനെ സ്തുതിപ്പാൻ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം ആരാധനയ്ക്കും സ്തുതി ഗാനത്തിനുമായി ലഭിച്ചിരിക്കുന്നത് നന്നായി വിനിയോഗിപ്പാൻ നമ്മുടെ ആയുസ്സിൽ ഇടയാകട്ടെ. നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇന്നത്തെ ജീവിതാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി അടിയങ്ങൾക്ക് നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നിദ്രയും വിശ്രമവും നൽകി രാത്രിയിൽ ഞങ്ങളെ കാത്ത് സൂക്ഷിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നൽകിയ വലിയ പ്രതീക്ഷയ്ക്കായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവെ, അറ്റുപോകാത്ത അങ്ങയുടെ ബന്ധം ഞങ്ങൾക്ക് സ്ഥിരമാക്കണമേ. അങ്ങയെ സ്തുതിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. വാനഗോളങ്ങൾ അങ്ങയെ സ്തുതിക്കുമ്പോൾ, സകല ചരാചരങ്ങളും അങ്ങയെ വാഴ്ത്തുമ്പോൾ, താവേ, സൃഷ്ടിയുടെ മകുടമായി ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യം ഞങ്ങളിൽ നൽകണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത കൃപകൾ അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങളുടെ പോക്കിലും വരവിലും കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. തളർന്നു പോകാതെ, തകർന്നു പോകാതെ സൂക്ഷിക്കുകയും കരുതുകയും ചെയ്യണമേ. കുറവുകളും കുറ്റങ്ങളും ബലഹീനതകളും എല്ലാം അടിയങ്ങളോട് പൊറുക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ അനുഭവത്തിൻ്റെയും നാളുകൾ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കാവലും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.